നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുളക് ചമ്മന്തിയാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. ഇനി ഇത് നമുക്കിതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നമുക്ക് തണ്ട് കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ എല്ലാം തണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തീ കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി വറുത്തെടുക്കണം. കുറച്ചുകൂടി ഒന്ന് വറുത്ത് കിട്ടണം. ഇത്രയും മതിയാകും. മുളകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് വാളൻപുളിയാണ്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇടിക്കല്ലിലേക്കിട്ട് ഈ മുളകെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വേണമെങ്കിൽ ഇത് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണ്ട. ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചതച്ചെടുത്ത സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ലാസ്റ്റ് ചേർത്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ അത് അരഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇത്രയും മതിയാകും. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചോറിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്